ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു സാമിൻ 8ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്ദുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. മദ്ദുകൾ 2 ഇനം, അസ്ലിയും ഫർഇയും. ഫർഇയിൽ 5 ഇനങ്ങൾ: മുത്തസില്, മുൻഫസില്, ലാസിം, ആരിദ്, ലീന്. ഇങ്ങനെ 5 മദ്ദുകൾ. അതിൽ മദ്ദുൽ മുത്തസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് മദ്ദുൽ മുത്തസിൽ? ആദ്യം നമുക്കിവിടെ താഴെ ഇത് പറഞ്ഞിട്ട് ഉദാഹരണത്തിലേക്ക് കിടക്കാം. മുകളിലെ ആയത്തുകളിൽ അടയാളപ്പെടുത്തിയ ഭാഗം നോക്കൂ. അവിടെയെല്ലാം മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ ഹംസ വന്നതായി കാണാം. മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ ഹംസ വന്നതായി കാണാം. നോട്ട് ചെയ്യട്ടോ. ഇങ്ങനെ മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നു. അപ്പോൾ മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്താണ്? മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രാക്കറ്റ് ഇട്ടേക്കുക. മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദിന് മുത്തസിൽ എന്ന് പറയുന്നത്. ഇത് അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ, അതായത് മദ്ദുൽ അസ്ലിയേക്കാൾ, മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ ഒരു അലിഫിൻ്റെ ഖദറാണ്. അതിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടണം. അപ്പോൾ അത് മനസ്സിലാക്കാം. മുത്തസില് മദ്ദുൽ മുത്തസിൽ 6 ഹർക്കത്ത്. അസ്ലി എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 6 ഹർക്കത്ത്, അതായത് 3 അലിഫ്. അസ്ലി ഒരു അലിഫിൻ്റെ ഖദറാണ്. അപ്പോൾ ഇവിടെ 3 അലിഫ് എന്ന് പറഞ്ഞാൽ 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അപ്പോൾ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടലാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നീട്ടണം. അപ്പോൾ അത് ഫർഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫർഇ അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടണം. ഫർഇയിലെ ഇനങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ 6 ഹർക്കത്ത് 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാവുന്നതാണ്. മനസ്സിലാക്കുക. മുത്തസില് 6 ഹർക്കത്ത് 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാവുന്നതാണ്. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അസ്ലിയായ മദ് അത് ഒരു അലിഫിൻ്റെ ഖദറാണെന്ന് പറഞ്ഞു. അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടണം മുത്തസിലെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തസിൽ ഇവിടെ പറഞ്ഞത് 6 ഹർക്കത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ പഴയ ബുക്കിലും പിന്നെ പൊതുവായിട്ട് നമ്മളൊക്കെ പറഞ്ഞു പിടിച്ചത് മുത്തസിലായ മദ് 7 ഹർക്കത്ത് 3.5 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാവുന്നതാണ് എന്നാണ്. 3.5 അലിഫ് 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. ഇനി ഇവിടെ എന്തെങ്കിലും അച്ചടിയിൽ വന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെയും 3 അലിഫിൻ്റെ ഖദർ 6 ഹർക്കത്ത് നീട്ടിയാൽ മതിയോ എന്നുള്ളത് എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ ഉസ്താദുമാരോടൊന്ന് അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്കിവിടെ ഉദാഹരണത്തിലേക്ക് വരാം. ഇവിടെ ഇദാ ജാ എന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ എന്താ പറഞ്ഞത്? മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ഹംസ വന്നാലാണ് മുത്തസിലുണ്ടാവുന്നത് പറഞ്ഞത്. അപ്പോൾ ജാ എന്നതിന് എന്താണ്? മദ്ദുണ്ട്. അപ്പോൾ ഇതൊരു മദ്ദക്ഷരമാണ്. ജാ എന്നത് മദ്ദക്ഷരമായ അലിഫുണ്ട്. പിന്നെ കൂടുതൽ നീട്ടാൻ വേണ്ടി നമുക്കിവിടെ ഫതഹ പോലെ മദ് ഇത് ഇടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് കൂടുതൽ നീട്ടണം എന്ന് മനസ്സിലാക്കാനാണ് ഇത് മേലെ ഇതിടുന്നത്. അപ്പോൾ അലിഫ് ആയ മദ്ദും മുകളിൽ ഇതും കാണിച്ച് നമുക്ക് കൂടുതൽ നീട്ടണം എന്ന് മനസ്സിലാക്കാം. ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഹംസ വന്നു. ജാ എന്ന ഹംസ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതിനാണ് തൊട്ടുപിറകെ, അതിന് ചേർന്നിട്ട് തന്നെ അടുത്ത ഈ പദത്തിൽ തുടങ്ങുന്നിടത്തല്ല. ഇതൊരു പദമാണ്. അപ്പോൾ ജാ എന്നത് ഒരേ പദത്തിലാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ മുത്തസിൽ. മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ജസാഅൻ
സാ എന്ന് നീട്ടാൻ മദ് വന്നിട്ടുണ്ട്, അതിനോട് ചേർന്ന് ഹംസ വന്നു. മനസ്സിലാക്കുക. ഇവിടെ തോ അൻ, തോ ഇനെ നീട്ടാൻ മദ് വന്നു, ഹംസ വന്നു. മനസ്സിലാക്കുക. സൂ ഇൻ, ലൊമ്മയെ നീട്ടാൻ വാവ് മദ്ദക്ഷരമായി വന്നു, കൂടുതൽ നീട്ടാൻ മദ് മുകളിലുണ്ട്, ഹംസയും വന്നു. അപ്പോൾ അത് ഒരേ പദത്തിലാണ് മദ്ദക്ഷരവും ഹംസയും വന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് മദ്ദുൽ മുത്തസിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണമൊക്കെ മനസ്സിലാക്കാതാ. ഖത്തിയാത്തിഹിം, തീ ആ ഹംസ വന്നിട്ടുണ്ട് അവിടെ. ഇനിയാ ഇവിടെതാ എവിടെയാണ് അസ്മാ ഇവിടെ വന്നു. മനസ്സിലാക്കുക. പിന്നെതാ മലായികത്തു അവിടെ വന്നു. പിന്നെ ഇവിടെ ഇതാ അസ്മാഇ ഹ ഉലാഇ, അവിടെയൊക്കെ മദ്ദക്ഷരവും ഹംസയും അതേ കലിമത്തിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് മുത്തസിൽ. ഇനി ഇതാ ഖുർആനി അവിടെ ഇല്ല, ഷിഫാഉൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ്, അത്രയാണ് അതിൽ വന്നത്. അപ്പം അത് മനസ്സിലാക്കാം. ഇതാണ് മദ്ദുൽ മുത്തസിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി ഖിറാഅത്ത് വൽ ഹിഫ്ള് വരുന്നത് സൂറത്ത് സോഫാത്ത്, അതിലെ 103-ാമത്തെ ആയത്ത് മുതൽ 183-ാമത്തെ ആയത്ത് വരെ മുത്തസിൽ. അപ്പോൾ ഇതുപോലുള്ള മദ്, മുത്തസിലായ മദ് മനസ്സിലാക്കി പാരായണം ചെയ്യാനാണ്. പിന്നെ നഹ്ഫൽ മനപ്പാടാക്കാൻ ആമന റസൂലും അതുക്കാറുമാണ്. ആമന റസൂൽ ഉണ്ടാവും, ഇതിൻ്റെ അവസാനത്തിൽ വരും. അവിടെ നോക്കി അത് പഠിക്കുക. ഇല്ലെങ്കിൽ ബക്കറ സൂറത്തെടുത്ത് അവസാനത്തെ 2 ആയത്തുകളാണ് ആമന റസൂൽ. വല്ല അതുക്കാറ് നമ്മൾ പഠിച്ച ദിക്റുകളൊക്കെ ഒന്നും കൂടെ ഓർത്ത് പഠിക്കുക. ഇനി നമുക്കതിൻ്റെ ദഫ്തർ താലിബ് നോക്കാം. എന്താണ് ഫസ്റ്റ് വരുന്നത്? ഒരു നുൻഷിദാണ്, ബൈത്താണ്. മദ്ദക്ഷരമത് കണ്ടില്ലേ ഉടനെ ഹംസ വരുന്നില്ലേ, മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ മുത്തസിൽ മദ്ദല്ലേ. മദ്ദക്ഷരവും ഹംസയും ഒരു കലിമത്തിൽ മുത്തസിൽ മദ്ദല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി താഴെ തന്ന ആയത്തുകളിൽ നിന്നൊക്കെ മദ് മുത്തസിൽ വന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഉലായിക്ക അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഉലായിക്ക എന്നതാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. പിന്നെ വസ്സമാ ബിനാ വസ്സമാ മാ അൻ അവിടെയൊക്കെ മുത്തസിൽ വരുന്നു. ജാഅഹും, പിന്നെ എവിടെയാണ് അംബാഇ, ഇതാ ഇവിടെയുണ്ട്. പിന്നെ എവിടെയാണ് അബ്നാ അബ്നാ നിസാഅൻ വന്നിസാഅക്കും, ഇതൊക്കെ മുത്തസിലാണ്. മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ് സീഅത്ത് അവിടെ ഉണ്ട്. പിന്നെ സൂഉ, ഖുറൂഇൻ, മനസ്സിലാക്കട്ടാ. അടുത്തത് മുക്കാഅൻ, അത്രയാണ് ഇതിലൊക്കെ മുത്തസിൽ വന്നത്. ഇനി ഞാൻ കണ്ടെത്തിയത് നമ്മൾ ഈ കളികളിലേക്ക് എടുത്തെഴുതണം. ഇതുപോലെ മാ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെ ഈ കളികളിലേക്ക് എടുത്തെഴുതാനാണ്. അപ്പോൾ അതെല്ലാവരും ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ പ്രകാരം എടുത്തെഴുതുക, മനസ്സിലാക്കുക. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇവിടെ മദ്ദുൽ മുത്തസിൽ ഡാഷ് മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. എന്താണ്? അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അടുത്തത് അൽ മദ്ദുൽ മുത്തസിൽ ഡാഷ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. എത്ര ഹർക്കത്താണ്? 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. പാഠം മനസ്സിലാക്കി അടയാളപ്പെടുത്തി വെക്കട്ടാ. അത് ഞാൻ പാടെടുക്കുമ്പോൾ പറഞ്ഞത് പോലെ 7 ഹർക്കത്താണ് എന്ന് ഉസ്താദ് തിരുത്തി തരികയാണെങ്കിൽ അവിടെ 7 ഹർക്കത്ത്, 3.5 അലിഫിൻ്റെ ഖദർ എന്ന് മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ
മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ ഹംസ വന്നാൽ മുത്തസിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതേ എന്ന് എഴുതിയാൽ മതി. അതേ, ഉടനെ അതേ പദത്തിൽ, മനസ്സിലാക്കി എഴുതുക. അടുത്തത് ഒരു അലിഫ് എന്നാൽ ഡാഷ് ഹർക്കത്താണ്. ഒരു അലിഫ് എന്നാൽ 2 ഹർക്കത്താണ്. മനസ്സിലാക്കി എഴുതുക. 2 ഹർക്കത്താണ് ഒരലിഫ് എന്നാൽ. ഒരലിഫ് എന്ന അസ്ലിയായ മദ് ഒരലിഫിൻ്റെ കതിറാണ് നീട്ടൽ, അതായത് 2 ഹർക്കത്ത്. നമ്മൾ 2 ഹർക്കത്ത് മൊഴിയുന്ന സമയമാണ് ഒരു അലിഫിൻ്റെ കതിർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 6 ഹർക്കത്ത്, 2 ഹർക്കത്ത് ഒരു അലിഫാണെങ്കിൽ 4 ഹർക്കത്ത് 2 അലിഫ്, 6 ഹർക്കത്ത് 3 അലിഫ്, ആ രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ 3 അലിഫിൻ്റെ കതിർ വരെയാണ് മുത്തസിൽ നീട്ടുക. ഇവിടെ ഒരു അലിഫിൻ്റെ കതിർ അസ്ലിയായ മദ് നീട്ടുന്നതാണ്, അത് 2 ഹർക്കത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് മദ്ദുൽ മുത്തസിലിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു മദ്ദാണ് മദ്ദുൽ മുത്തസിൽ. ഇനി ഇതുപോലെ തന്നെയാണ് മദ്ദുൽ മുൻഫസിലും. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം. അടുത്ത പാഠത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, വീഡിയോ ഒക്കെ ഉപകാരപ്പെടുത്തുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.